നിങ്ങളുടെ അക്കൗണ്ടുമായോ അതുപോലെ നിങ്ങളുടെ വൈഫൈയുമായോ ഒരിക്കലും കണക്ട് ചെയ്യാത്ത മറ്റൊരു ഡിവൈസിൽ നിങ്ങൾ വിചാരിക്കുന്ന ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം. കാരണം എല്ലാ ബ്രാൻഡിനും അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകണം എന്നില്ല. ഇത് അല്പസമയം എടുത്തേക്കാവുന്ന ഒരു പണിയാണ്. ഇനി നിങ്ങളുടെ ഫോൺ അടുത്ത് വെച്ചുകൊണ്ട് ഗൂഗിൾ തുറക്കാതെ ആ പ്രോഡക്ട്സിനെ കുറിച്ച്, അതിൻ്റെ ബ്രാൻഡ് നെയിം, അതിൻ്റെ പ്രോഡക്ട്സ് എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കുക. ഇങ്ങനെ കുറച്ച് ദിവസം തുടർച്ചയായി ഈ ബ്രാൻഡിനെ കുറിച്ച് തന്നെ സംസാരിക്കുക. പിന്നീട് വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വരുന്ന പരസ്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ആ പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോൺ നിങ്ങളെ കേൾക്കുന്നുണ്ട്. ഓർമ്മിക്കുക, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോഫോൺ പെർമിഷൻ ഓൺ ചെയ്ത് വെച്ചിരിക്കണം. നമസ്കാരം, അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഞാൻ മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ തുടർച്ചയാണിത്. ഗൂഗിൾ നമ്മളെ കേൾക്കുന്നുണ്ടോ എന്നായിരുന്നു ആ വീഡിയോ. ഇന്ന് നമ്മൾ ഐഫോൺ നമ്മളെ കേൾക്കുന്നുണ്ടോ എന്നൊരു വിഷയത്തിലാണ് സംസാരിക്കുന്നത്. ഐഫോൺ നമ്മളെ കേൾക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കറിയാൻ പറ്റും, എങ്ങനെ നമുക്കത് തടയാൻ പറ്റും, നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഐഫോണിന് മേലെ ഗൂഗിളിന് ആൻഡ്രോയിഡിൽ ഉള്ളതുപോലെയുള്ള കൺട്രോൾ ഒന്നും ഇല്ല എന്ന്. പക്ഷേ ഐഫോണിലാണെങ്കിലും ഏതൊക്കെ ഗൂഗിൾ ആപ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഐഫോണിൻ്റെ കാര്യത്തിലും നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഗൂഗിൾ ആപ്സിൻ്റെ കാര്യമാണ്. iOS ഡിവൈസുകളിൽ സിരി ഉള്ളതുകൊണ്ട് സിരി നിങ്ങളെ എപ്പോഴും കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സിരിയും ഗൂഗിളും ആപ്പിൾ ഡിവൈസുകളിൽ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നിർത്തുന്നത് എന്നൊന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഐഫോണിൽ ആദ്യം സെറ്റിംഗ്സ് എടുത്ത് അതിൽ സിരി ആൻഡ് സെർച്ച് എന്ന് സെലക്ട് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ടേൺ ഓഫ് ചെയ്യാവുന്ന വിധത്തിലുള്ള 3 ടോഗിൾസ് നിങ്ങൾക്ക് അവിടെ കാണാം. ലിസൺ ഫോർ ഹേയ് സിരി, പ്രസ് സൈഡ് ബട്ടൺ ഫോർ സിരി, അലോ സിരി വെൻ ലോക്ക്ഡ്. ഈ ടോഗിളിൽ ടാപ്പ് ചെയ്യുമ്പോൾ സിരി ടേൺ ഓഫ് ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോപ്പ് അപ്പ് വരും. അപ്പോൾ ടേൺ ഓഫ് സിരിയിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് സിരിയെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഐഫോണിൽ ഗൂഗിളിൻ്റെയും മറ്റ് ആപ്പുകളുടെയും റെക്കോർഡിങ്ങുകൾ എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെയും മൈക്രോഫോൺ ആവശ്യമില്ലാത്ത ഗൂഗിളിൻ്റെ ആപ്പുകളാണെങ്കിലും മറ്റേത് ആപ്പുകളാണെങ്കിലും ഓഫ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇത്തവണയും ഐഫോണിൻ്റെ സെറ്റിംഗ്സ് തുറന്നിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ മൈക്രോഫോൺ സെലക്ട് ചെയ്യുക. അവിടെ പെർമിഷൻസ് ടേൺ ഓഫ് ചെയ്യുക. ഇനി ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുപോലെ ഗൂഗിൾ മാപ്പ്, അങ്ങനെ ഏതൊക്കെ ആപ്പുകളിലാണോ നിങ്ങൾക്ക് മൈക്രോഫോൺ ആവശ്യമില്ല എന്ന് നിങ്ങൾ കരുതുന്നത് ആ ആപ്പുകളിലെല്ലാം പെർമിഷൻ ഓഫ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഗൂഗിളും മറ്റു ആപ്പുകളും നിങ്ങളുടെ ഐഫോണിൽ നിങ്ങളെ കേൾക്കുന്നത് നമുക്ക് നിർത്തുവാൻ സാധിക്കുന്നത്. മുൻപ് മറ്റൊരു വീഡിയോയിൽ ഗൂഗിളും മറ്റ് ആപ്പുകളും നമ്മളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ എന്ന കാര്യം വളരെ വിശദമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ സംഭാഷണങ്ങളെ ശ്രവിക്കുന്നുണ്ടോ എന്നത് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യുവാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അധികം ആവശ്യമില്ലാത്ത, നിങ്ങൾ ഒരിക്കലും ഓൺലൈനിൽ സെർച്ച് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിൽ വിചാരിക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുവാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ആ പ്രോഡക്റ്റ് ഒരിക്കലും നിങ്ങളുടെ മാർക്കറ്റിംഗ് പ്രൊഫൈലിൽ വരാത്ത ഒന്നായിരിക്കുവാൻ വേണ്ടിയാണ്. കൂട്ടത്തിൽ നിങ്ങൾ ഒന്നുകൂടി ചെയ്യണം. നിങ്ങളുടെ അക്കൗണ്ടുമായോ അതുപോലെ നിങ്ങളുടെ വൈഫൈയുമായോ ഒരിക്കലും കണക്ട് ചെയ്യാത്ത മറ്റൊരു ഡിവൈസിൽ നിങ്ങൾ വിചാരിക്കുന്ന ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം. കാരണം എല്ലാ ബ്രാൻഡിനും അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകണം എന്നില്ല. ഇത് അല്പസമയം എടുത്തേക്കാവുന്ന ഒരു പണിയാണ്. ഇനി നിങ്ങളുടെ ഫോൺ അടുത്ത് വെച്ചുകൊണ്ട് ഗൂഗിൾ തുറക്കാതെ ആ പ്രോഡക്ട്സിനെ കുറിച്ച്, അതിൻ്റെ ബ്രാൻഡ് നെയിം, അതിൻ്റെ പ്രോഡക്ട്സ് എല്ലാത്തിനെയും കുറിച്ച് സംസാരിക്കുക. ഇങ്ങനെ കുറച്ച് ദിവസം തുടർച്ചയായി ഈ ബ്രാൻഡിനെ കുറിച്ച് തന്നെ സംസാരിക്കുക. പിന്നീട് വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വരുന്ന പരസ്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ആ പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോൺ നിങ്ങളെ കേൾക്കുന്നുണ്ട്. ഓർമ്മിക്കുക, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മൈക്രോഫോൺ പെർമിഷൻ ഓൺ ചെയ്ത് വെച്ചിരിക്കണം. അടുത്തത്, നിങ്ങളുടെ ഫോണിലാകട്ടെ കമ്പ്യൂട്ടറിലാകട്ടെ എങ്ങനെയാണ് സേഫ് ബ്രൗസിംഗ് സാധ്യമാകുന്നത് എന്നതിനെ പറ്റിയാണ്.
എന്തിനാണ് ഇങ്ങനെ നമ്മൾ സേഫ് ബ്രൗസിംഗ് ചെയ്യുന്നത്? കേൾക്കൂ, നമ്മളിൽ കൂടുതൽ പേരും ഗൂഗിൾ ക്രോം ആണ് ബ്രൗസിങ്ങിന് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ക്രോമിൽ ഇനി നമ്മൾ പറയുവാൻ പോകുന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ അപകടകരമാകാൻ സാധ്യതയുള്ള വെബ്സൈറ്റുകൾ, ഡൗൺലോഡുകൾ അല്ലെങ്കിൽ എക്സ്റ്റൻഷനുകൾ എല്ലാം നിങ്ങളുടെ ബ്രൗസറിലൂടെ കയറി വന്നേക്കാം. അത് നിങ്ങളുടെ അക്കൗണ്ടിനെയും ഡേറ്റയെയും നശിപ്പിച്ചേക്കാം. പലരും സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ പോരെ എന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം അത് മതിയാകും എന്ന് തന്നെയാണ്. എന്നാൽ നിങ്ങൾ പരിചിതമല്ലാത്ത വെബ് പേജുകൾ തിരയുന്ന ഒരാളോ അല്ലെങ്കിൽ കൂടുതൽ ഡൗൺലോഡുകൾ ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ പോരാതെ വരും. അതുകൊണ്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഇത് ഗൂഗിളിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. ഇത് നമ്മുടെ ഡിവൈസുകളിൽ റിസ്കി ആയിട്ടുള്ള URL, ഡൗൺലോഡുകൾ, ബ്രൗസർ എക്സ്റ്റൻഷൻ, സിസ്റ്റം ഇൻഫർമേഷൻ, എന്തിന് ചെറിയ സാമ്പിൾ പേജുകൾ വരെ ചെക്ക് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്രവുമല്ല, ബ്രൗസർ പ്ലഗിനുകളിലുള്ള എല്ലാ ദൗർബല്യങ്ങളെയും ഹാക്ക് ചെയ്യുവാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അത് ചെറുക്കുവാൻ ഇതിന് കഴിയും. ഈ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ കഴിയുമെന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് സേഫ് ബ്രൗസിംഗ് സാധ്യമാകുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ഐക്കണ് തൊട്ട് മുകളിൽ 3 ഡോട്ട്സ് കാണാം. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ വലിയ ഒരു മെനു തുറന്നു വരുന്നത് കാണാം. ഈ മെനുവിൻ്റെ താഴെ സെറ്റിംഗ്സും കാണാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്താൽ സേഫ്റ്റി ചെക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. സേഫ്റ്റി ചെക്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെ സേഫ് ബ്രൗസിംഗ് എന്ന ഒരു ഓപ്ഷൻ കൂടി കാണാവുന്നതാണ്. ഈ സേഫ് ബ്രൗസിംഗ് തുറക്കുമ്പോൾ 3 ഓപ്ഷൻസ് നമുക്കവിടെ കാണാം. 1 എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ, 2 സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ, 3 നോ പ്രൊട്ടക്ഷൻ. ഇതിലേതാണ് നിങ്ങളുടെ ഫോണിൽ ചെക്ക്ഡ് ആയി കിടക്കുന്നത് എന്ന് നോക്കുക. ഇപ്പോൾ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ആണ് എങ്കിൽ വളരെ നല്ലത്. ഇങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായും എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ ബ്രൗസിംഗ് പ്രൊട്ടക്ഷൻ പൂർണ്ണമായി എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഗൂഗിളുമായി കൂടുതൽ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഒരു വസ്തുതയാണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ക്രോമിൽ സൈൻഡ് ഇൻ ആകുമ്പോഴും നിങ്ങളുടെ ബ്രൗസിംഗ് ഡേറ്റയുമായി ഗൂഗിൾ അക്കൗണ്ട് ടെമ്പററി ആയി ലിങ്ക്ഡ് ആയിരിക്കുകയും ചെയ്യും. പക്ഷെ ഗൂഗിൾ പറയുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇത് ഒരു ടൈലർ പ്രൊട്ടക്ഷൻ ആണ് എന്നതാണ്. പിന്നീട് ഗൂഗിൾ ഈ ഡേറ്റ യൂസറുടെ പ്രൊട്ടക്ഷനായിട്ട് അല്പനാളുകൾക്ക് ശേഷം അവർ അനോണിമൈസ് ചെയ്യും എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാമോ എന്ന് സംശയാലുക്കളായേക്കാം. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രയോറിറ്റി ഓൺലൈൻ സെക്യൂരിറ്റി ആയതുകൊണ്ടും ഗൂഗിളിൻ്റെ ഈ ഫീച്ചർ തരുന്നത് ഒരു ഡീസൻറ്റ് പ്രൊട്ടക്ഷൻ ആണ് എന്നതുകൊണ്ടും തീർച്ചയായും എൻ്റെ ഉത്തരം യെസ് എന്നാണ്. ഇനിയും എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതും കാര്യകാരണസഹിതം മറ്റൊരു വീഡിയോയിൽ പറയാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എന്ന് പറയുവാൻ കഴിയില്ല. കാരണം ഈ വിഷയത്തെ സംബന്ധിക്കുന്ന എല്ലാ വീഡിയോകളും ഇതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും. വീണ്ടും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായി വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു അറിവ് തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിലുള്ളവർക്കുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.